ഹലോ, എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഞാൻ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ട്. ശരിയാണ്, നിങ്ങൾക്ക് നെഗറ്റീവ് പറയാം, പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ള പേരിൽ എനിക്ക് എല്ലാത്തരം തൊള്ളി കെടുക്കണം കേൾക്കണം എന്നുള്ളതൊന്നും നിർബന്ധമില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ സൗണ്ട് ഉണ്ടാക്കല്ലേ, അങ്ങോട്ട് പോയിക്കോ. അപ്പം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് കരുതി എനിക്ക് നിങ്ങളെ തൊള്ളി എടുക്കണമെന്നും കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചിന്നൂസ് 38 36 എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് എന്താണെന്നറിയില്ല, എന്തോന്ന് ഇല്ലാത്തൊരു പ്രശ്നം. ഇവള് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പം കമൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം കേട്ടോ. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് വൈറലായതാ, പിന്നെ അങ്ങോട്ട് നിർത്തിയിട്ടില്ല. അങ്ങനെയൊന്നും ഞാൻ ചോദിക്കട്ടെ, നിന്നെക്കൊണ്ട് ഒരു വീഡിയോ എങ്കിലും നിന്നെക്കൊണ്ട് പബ്ലിക്കാക്കി അത്രയും എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് അത്രയും ഇതിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നിന്നെക്കൊണ്ട് കഴിയുമോ? ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 GB 2 GB നെറ്റ് എൻ്റെ കയ്യിൽ ക്യാഷ് കൊടുത്ത് റീചാർജ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എൻ്റെ അമ്മ വന്ന് പോയതാണ് കേട്ടോ. അപ്പം ഞാൻ പറയുമ്പോൾ എനിക്ക് അഹങ്കാരമാണ് കാര്യമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു ചാനലുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഞാനൊരു ഇൻഫ്ലുവൻസറോ ഞാനൊരു വ്ളോഗറോ എന്നുള്ള നിലയിൽ ഞാൻ ഒരിക്കലും എത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഒരു ചക്കപ്പൊരിൻ്റെ വീഡിയോ ഇപ്പം നേരം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം എൻ്റെ ചാനലിൽ എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ചിലപ്പം എന്താ പറയുക, തുമ്മുന്നത് ഇടും, അല്ലെങ്കിൽ എനിക്ക് ചായ അടിക്കണം തോന്നിയാൽ അതിടും, വെള്ളം കുടിക്കുന്നത് ഞാനിടും, കടയിൽ പോകുന്നത് ഞാനിടും. അതിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. ഒരു ചാനൽ ഉണ്ട് എന്നുള്ള പേരിൽ എനിക്കെല്ലാം കേൾക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഇതിൻ്റെ ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ കമൻ്റ് എടുത്ത് നോക്കുന്നതാണ്. ഈ ചിന്നൂസ് എന്ന് പറഞ്ഞ കുട്ടിക്ക് എന്താ പ്രശ്നം? എത്ര കൊള്ളാൻ മാത്രം എന്താ? എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് എഫേർട്ട് ഇട്ടിട്ടാണ്. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ജസ്റ്റ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യൂസ് ഒന്നും കയറൂല. അത് കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിട്ട് തന്നെയാണ് റീച്ച് കയറിക്കണമെന്നുണ്ടെങ്കിൽ റീച്ച് കയറിയത്. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു വീഡിയോ എങ്കിലും മര്യാദക്കൊന്ന് ഷൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് പബ്ലിക്കാക്ക്. ഞാൻ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് മന്ത്ലി പേയ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ടാണ്. എനിക്കൊരു വരുമാന മാർഗ്ഗമാണ്. മാന്യമായ രീതിയിലല്ല ഞാൻ വീഡിയോസ് ഇടുന്നത്. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെയും കുറേ നെഗറ്റീവ് വരുന്നുണ്ട്. ഓക്ക് വേറെ കണ്ടന്റ് ഒന്നും കിട്ടായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, തുമ്മിയത് വരെ കണ്ടന്റ് ആക്കുന്ന കുറേ യൂട്യൂബർമാരുണ്ട്. അതിലും എത്രയോ വേദല്ലേ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, കണ്ടന്റ് ക്ഷാമാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് ഇപ്പം എന്തുവാ പ്രശ്നം? വേണമെന്നുള്ളവർ കാണാം. അല്ലാതെ തന്നെ അൽഹംദുലില്ലാ എന്നെ കുറച്ച് പേരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ വന്ന് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ഒരുപാട് ഇത്താത്തമാരും ഒരുപാട് കുട്ടികളും ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ളതല്ല എൻ്റെ കമൻറ്റ് ബോക്സ് കേട്ടോ. ഈ ചിന്നൂസ് 34 എന്ന് പറഞ്ഞ കുട്ടിനോടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. എനിക്ക് അതിന് റിപ്ലൈ അറിയില്ലല്ലോ പണി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ കാണുമ്പോൾ ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം അറിയാനാണ്, എന്ന് വെച്ചിട്ട് അപരാധം തുപ്പി വെക്കാനല്ല. ഓക്കെ, അതെൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് കണ്ടന്റ് ഇടേണ്ടി, എങ്ങനെ ജീവിക്കേണ്ടി, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകേണ്ടി എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സഹിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ കമൻറ്റൊക്കെ ഞാൻ റിമൂവ് ആക്കി കളയുന്നുണ്ട്. നെഗറ്റീവ് പറഞ്ഞോളി. പക്ഷേ ഇത് കേൾക്കുന്നത് ഒരു മനുഷ്യന്മാരാണെന്നുള്ളത് ചിന്തിക്കണം. ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ പേരിലും ഓരോന്ന് കുത്തിപ്പിടിച്ച് വരുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയല്ലേ, വെറും പുച്ഛ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ചെയ്തോളി. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇതിൽ വീഡിയോസ് ഇട്ട് പോയിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടല്ല കേട്ടോ, നെഗറ്റീവ് പറയുന്നവരോടല്ല. പക്ഷേ നമ്മൾ ഓരെ കൊണ്ട് പറ്റാത്തത് എന്തെങ്കിലും നമ്മൾ ചെയ്ത് കാണിക്കുമ്പം അവർക്ക് ഉണ്ടാകുന്ന ഒരു തരം അസൂയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവർക്ക് ആ ഒരു അസൂയുള്ള ആൾക്കാരോടട്ടാ ഞാൻ ഈ പറയുന്നത്. മറിച്ച് നെഗറ്റീവ് പറയുന്നതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. അവരെ കൊണ്ട് പറ്റാത്തത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പം ഓല് കിടന്നുങ്ങാണ്ട് എന്താ പറയുക, അസൂയാലുക്കൾ തന്നെയാണ്. ഈ അസൂയാലുക്കളെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് പറ്റാത്തത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്ത് കാണിക്കുമ്പം അവർക്ക് ഉണ്ടാകുന്ന ഒരു സൈസ് മാനസിക രോഗം അത് തന്നെയാണിത്. എനിക്ക് പഞ്ച് വയ്യാണ്ട് കിടക്കുക, അതാണ് ഞാൻ പ്രോപ്പറായിട്ട് പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ഇപ്പം മര്യാദക്ക് വീഡിയോ ഇടുന്നില്ല. കാരണം എനിക്ക് അത്രയ്ക്കും വയ്യാത്തൊരു സിറ്റുവേഷനാണ്. എനിക്ക് മൈഗ്രെയിൻ്റെയും ഇഷ്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, പനിയും കാര്യങ്ങളൊക്കെ ആണ്, മൂത്രത്ത് പഴുപ്പുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ രീതിയിൽ ഞാൻ എൻ്റെ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് ഇടുന്നുണ്ട്. കാണുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കാണാം, അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും യൂസേഴ്സിനെ. ഓക്കെ,
മേലാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇമ്മാരത്തെ അപരാധം തുപ്പിവെക്കരുത്. ഞാൻ നിങ്ങളെ ചിലവിലൊന്നല്ല ജീവിക്കുന്നത്. പിന്നെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഓ ഇവക്ക് അഹങ്കാരമാണെന്ന്. അങ്ങനെ വിചാരിക്കുന്ന പോലെ അങ്ങനെ വിചാരിച്ചോ. ബുദ്ധിയുള്ളവർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ കേട്ടോ. അപ്പോൾ അത്ര പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ.